ഏറ്റവും പുതിയതായിട്ട് നമ്മൾ സന്ദീപ് വാര്യർ എന്ത് കണ്ടിട്ടാണ് കോൺഗ്രസിലേക്ക് പോയത്, എന്ത് ഡിമാൻഡ് വെച്ചിട്ടാണ് പോയത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പുറത്തു വന്നിരിക്കുന്നു. സത്യത്തിൽ ഈ സന്ദീപ് വാര്യരുടെ ഈ ഒരു നീക്കം, അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിലെ പലരുടെയും നീക്കം ഗുണം ചെയ്യുന്നത് ബി ജെ പിക്കാണ്. എന്താണ് സന്ദീപ് വാര്യരുടെ പുതിയ റോള്? ഇത് ബി ജെ പിക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതിൽ തന്നെ വലിയ രീതിയിലുള്ള ഗുണം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ അത് വ്യക്തമാക്കി, കെ സുധാകരൻ അത് വ്യക്തമാക്കി. അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന്, ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് തോൽവിയുടെ കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായി. അതിൽ നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, സി കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനും അവരുമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില കൗൺസിലർമാരും ശ്രമിച്ചു. ചില പഞ്ചായത്തുകളിലൊക്കെ, പ്രത്യേകിച്ചും നഗരസഭകളിലൊക്കെ വേണ്ട രീതിയിലുള്ള മന്ദീഭവിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായി. അതിലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കണ്ണാടി പോലുള്ള പഞ്ചായത്തിൽ വോട്ട് വലിയ രീതിയിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സന്ദീപ് വാര്യർ അനുകൂല തരംഗം. സന്ദീപ് വാര്യരുമായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പ്രവർത്തകർ അവരുണ്ടായിരുന്നു. ആ പ്രവർത്തകരെല്ലാവരും കൂടി കോൺഗ്രസിലേക്ക് വോട്ട് മറിച്ചു. ഇങ്ങനെയുള്ള സന്ദീപ് ഫാക്ടർ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘടകമായിട്ട് വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം വരുന്നത്. കെ പി സി സിയുടെ പുനഃസംഘടനാ യോഗം ഏതാനും 3 ആഴ്ചകൾക്കുള്ളിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിലൊരു സുപ്രധാന തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സന്ദീപ് വാര്യരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും, പിടിച്ചിരുത്തും എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ഒരു വാഗ്ദാനത്തോടു കൂടിയിട്ടാണ് സന്ദീപിന് ഇവർ എടുത്തിരിക്കുന്നത്. അതും പാലക്കാട് കൃഷ്ണകുമാറിന് വേണ്ടി ഏതാനും 2-3 ദിവസം പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയ സന്ദീപ് വാര്യർ ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നീട് മറുകണ്ഠം ചാടി കോൺഗ്രസിൽ പോയി രാഹുൽ ബാങ്കൂട്ടത്തിലെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വാഗ്ദാനം, ഇതായിരുന്നു വാഗ്ദാനം, വലിയ സ്ഥാനം തനിക്ക് നൽകും. പ്രത്യേകിച്ചും കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി പെട്ടെന്ന് ബി ജെ പിയിൽ നിന്ന് വന്നൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര വല്ലാത്തൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്താൻ പോകുന്നത് കോൺഗ്രസിലുള്ള അവരുടെ പ്രവർത്തകരെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് പ്രവർത്തകർ ആ പോസ്റ്റിന് വേണ്ടി കണ്ണും നട്ടിരിക്കുകയാണ്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. അത്രയും കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വന്ന സന്ദീപ് വാര്യറിന് ആ പോസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം അവരുടെ അണികൾക്ക് പുല്ല് വിലയല്ലേ നൽകുന്നത്? അതിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കില്ലേ അത്? എന്ത് വിലയാണ് അവരുടെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? അത്രയും കോൺഗ്രസിലുള്ള ഇത്രയും പടലപ്പണക്കങ്ങളും ഇത്രയും അസ്വാരസ്യങ്ങൾക്കിടയ്ക്ക് ഇടയിൽ അതികഠിനമായിട്ട് പ്രവർത്തിച്ച പ്രവർത്തകരെ പുല്ല് വില നൽകുകയാണ് സന്ദീപ് വാര്യറിന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ. അത് അവരോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടായിട്ടുമേ കാണാൻ പറ്റും. അതിലൊരു വാക്കൂടെ പറയാം, അടിയുറച്ച കോൺഗ്രസ് അണികളെ വഞ്ചിക്കുന്നതും അവരെ എന്താ പറയുക, അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് സന്ദീപ് വാര്യർക്ക് നൽകുന്ന ഈ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത്. കാരണം വർഷങ്ങളോളം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനിച്ചത് മുതൽ ഈ പാർട്ടിയെ നെഞ്ചിലേറ്റി നടക്കുന്ന കുറേ അണികളുണ്ട്. അടികൊള്ളാനും പോലീസിൻ്റെ നിന്ന് അടികൊള്ളാനും പിന്നെ ആളുകളിൽ നിന്ന് തെറിവിളി കേൾക്കാനും ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാനും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന അണികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇന്നലെ കയറി വന്ന സന്ദീപ് വാര്യർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത്? വി ഡി സതീശനാണ് അതിൻ്റെ മുന്നിൽ കളിക്കുന്നത് എങ്കിൽ അത് അപമാനമാണ്. അത് ഈ കേരളത്തിലെ കോൺഗ്രസ് അണികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് സന്ദീപ് വാര്യർ എങ്കിൽ നിങ്ങൾ ഈ പദവി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ മനസ്സിൽ RSSന്റെ ചിന്താഗതികളും RSSന്റെ പ്രത്യയശാസ്ത്രങ്ങളും പക്ഷേ ഇപ്പോഴും പുലർത്തുന്ന BJP രക്ഷപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സന്ദീപ് വാര്യരെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ആ പോസ്റ്റിലേക്ക് കയറ്റിയിരുത്തുന്നത്? വലിയ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച ആളാണ് സന്ദീപ് വാര്യർ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോഴും അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്കത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പപ്പു മോൻ എന്ന് വിളിച്ചിട്ടുണ്ട്.
പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഈ പ്രസ്താവനകളൊക്കെ താൻ മുൻപ് നടത്തിയിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പപ്പു എന്നതടക്കമുള്ളതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നൊരു നിലപാട് എവിടെയെങ്കിലും സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നതായിട്ടോ പറയുന്നതായിട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ല. അപ്പം മുസ്ലിം വിരുദ്ധതയും അതുപോലെ തന്നെ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയോടുള്ള തീർത്താ തീരാത്ത അമർഷവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മൂടിയിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വെറുതെ പുറത്തൊരു പൊയ്മുഖം മാത്രം തീർക്കുകയാണ് കോൺഗ്രസിലൂടെ പോയതിലൂടെ സന്ദീപ് വാര്യർ ചെയ്യുന്നത്. അതായത് അതിനർത്ഥം RSS തന്നെയാണ്, അല്ലെങ്കിൽ കാവിക്കളസം തന്നെയാണ്. ചില ആളുകൾ പറയുന്നത് പോലെ കാവിക്കളസം തന്നെയാണ് സന്ദീപിൻ്റെ ഉള്ളിൽ. വെറുതെ പുറത്തൊരു ത്രിവർണ്ണ പതാകയുടെ ഒരു രൂപം അദ്ദേഹം മൂടിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏതാനും സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റു ചില ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അത് പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസിനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് സന്ദീപിനെ വലിയൊരു സ്ഥാനമാനങ്ങളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത്. കാരണം അതിലുള്ള ഒരുപാട് അണികൾ തന്നെ വലിയ രീതിയിൽ അതൃപ്തരാണ്. കെ മുരളീധരൻ തന്നെ പറഞ്ഞു, സന്ദീപ് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പല സ്ഥാനാർത്ഥികൾക്കും പല നേതാക്കൾക്കും താല്പര്യമില്ല സന്ദീപിൻ്റെ ഈ ഒരു വരവിൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധന്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുസ്ലിം വിരുദ്ധത, സന്ദീപ് ഉന്നയിച്ച മുസ്ലിം വിരുദ്ധത അദ്ദേഹം എവിടെയെങ്കിലും പിൻവലിച്ചോ? കാരണം കേരളത്തിൽ അതികഠിനമായിട്ട് വർഗീയതക്കെതിരെയും തീവ്രവാദത്തിനെതിരെയൊക്കെ വളരെ കഠിനമായ രീതിയിൽ, വളരെ മിടുക്കൻ എന്ന രീതിയിൽ, വളരെ വാക്ചാതുര്യത്തോടുകൂടി ചാനലിൽ വന്നിരുന്ന് സംസാരിച്ച ആളാണ് സന്ദീപ് വാര്യർ. ലീഗിനെ പോലും, ഈ കോൺഗ്രസിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു മുന്നണിയായിട്ടുള്ള ലീഗിനെ പോലും തീവ്രവാദ സംഘടന എന്ന് വിളിച്ച് കളിയാക്കി ആക്ഷേപിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ. അതായത് ലീഗിൻ്റെ കൂടെ മുസ്ലിം എന്ന പേരില്ല, നിങ്ങളത് മാറ്റാൻ തയ്യാറാണോ? അത് മാറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു മതേതര പാർട്ടിയായിട്ട് ഞാൻ പരിഗണിക്കാമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. ആ ലീഗിൽ അത്തരം നിലപാടുകളോടും മാറ്റി പറയാൻ തയ്യാറാവാത്ത സന്ദീപ് വാര്യർ എന്ത് വിശ്വാസ്യതയാണ് അദ്ദേഹത്തിൽ കോൺഗ്രസിൻ ആളുകൾക്കിടയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹം ഈ പറഞ്ഞ പരാമർശങ്ങളെല്ലാം, ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെല്ലാം പിൻവലിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിരുന്നു കാണാം. അതിനുശേഷം മാത്രമേ ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് അർഹനാവുന്നത് അത് അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ യാതൊരു തരത്തിലും അദ്ദേഹത്തിന് ഒരു അർഹതയും ആ പോസ്റ്റിൽ ചോദിക്കട്ടെ, അങ്ങനെ പോസ്റ്റ് പിൻവലിച്ചാലും മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും സന്ദീപ് വാര്യർ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ അധിക്ഷേപകരമായ കാര്യങ്ങൾ സന്ദീപ് വാര്യർ പറഞ്ഞു. ഇതൊന്നും പിൻവലിക്കാൻ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധിയെ എന്തിനാണ് ഈ കോൺഗ്രസ് നേതൃത്വം KPCC ജനറൽ സെക്രട്ടറി പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? ഇതിലൂടെ BJPക്ക് ഗുണമല്ലേ കിട്ടുന്നത്? അത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് സന്ദീപിനെ പോലെ വാക്ചാതുര്യമുള്ള, അതായത് ഏറ്റവും വലിയൊരു ഉന്നം എന്ന് പറയുന്നത് CPM ആണ്. സന്ദീപ് ഏറ്റവും നഖശിഖാന്തം, ഏറ്റവും കഠിനമായ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിട്ടുള്ളത് CPM-നെ തന്നെയാണ്, കോൺഗ്രസിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ. ആ CPM-നെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ CPM-ന്റെ ഒരു ശക്തി പ്രഭാവത്തെ ശോഷിപ്പിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചർപ്പിച്ച് കോൺഗ്രസ് കാത്തിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 2 തവണയും നഷ്ടപ്പെട്ടു. പിണറായി സർക്കാർ രണ്ടാമതും ഭരണത്തിൽ വന്നത് അവരെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ വീണ്ടും ഇനി അധികാരം അവർക്ക് ലഭിച്ചേ തീരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഏത് നേതാവിനെ വേണമെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന നിലയിലാണ് BJPയിലെ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള, ജനങ്ങൾക്കിടയിൽ അത്രയും സ്വാധീനം ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയും സ്വാധീനം ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരെ ഇങ്ങോട്ടേക്ക് ആക്കിക്കൊണ്ട് അവർ നൽകുന്ന മെസ്സേജ് അതാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കടയാണ്, ഇവിടെ എല്ലാവർക്കും BJPക്കാരെയും നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള തുടങ്ങിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു മെസ്സേജ് നൽകുക, ഇനി ഞങ്ങളാണ് അടുത്ത കേരളം ഭരിക്കാൻ പോകുന്നത്, ഞങ്ങളാണ്, എല്ലാവരും ഞങ്ങളുടെ കൂടെ ചേരുകയാണ്, ഈ ഒരു മെസ്സേജ് നൽകുക. ഒപ്പം തന്നെ പാലക്കാട് ഉണ്ടായിരുന്ന ഒരു ശ്രീ കൃഷ്ണകുമാറിന് ഒരു പാലക്കാട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണത്, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെയുള്ള ആദ്യ തുടക്ക സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളും പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് ശോഷിപ്പിക്കുക സന്ദീപിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട്.
അതാണ് എന്താ അത് ആ പ്ലാന് വളരെ കൃത്യമായിട്ട് വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തായാലും സന്ദീപ് ബുദ്ധിമോശം കാണിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തെങ്കിലും പാലക്കാടോ അല്ലെങ്കിൽ ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രമല്ല, അടുത്ത നിയമസഭയിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കാമെന്നും കൂടി ഏറ്റിട്ടുണ്ടാവും. അതില്ലാതെ സന്ദീപ് ഒരിക്കലും നിൽക്കില്ല ഈ കാര്യത്തിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്രയും നിസ്വാർത്ഥനും, കാരണം സന്ദീപ് ഇത്രയും കാലം RSS കാരനായിരുന്നില്ലേ, BJP കാരനായിരുന്നില്ലേ, പെട്ടെന്ന് എങ്ങനെ ഇത്രയും ഓഫറുകളില്ലാതെ അദ്ദേഹത്തിന് എങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനാവാൻ സാധിക്കും? അതൊരിക്കലും സാധിക്കില്ല. അപ്പം BJPക്കുള്ളിൽ അതൃപ്തരായി നിൽക്കുന്ന ആരൊക്കെയുണ്ടെന്ന് വളരെ സൂക്ഷ്മദൃഷ്ടിയിൽ കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ട് ഓരോ നിമിഷവും. അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ G സുധാകരന് വേണ്ടിയിട്ട് എന്താണ് BJPയും കോൺഗ്രസും ഇപ്പം മുറവിളികൾ കൂട്ടുകയുന്നത് നമ്മുടെ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതാണ് അതിന്റെ കാരണം. വരുന്ന തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പക്ഷെ സന്ദീപിന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം അതിലുള്ള അണികളെ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാവും. വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനാണ് സാധ്യത. തീർച്ചയായിട്ടും.